ഈ നിഷാദ് ഏറ്റവും അവസാനം പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രിമേച്ചറായി നമുക്ക് തോന്നാം ഇങ്ങനെ ഒരു ചർച്ച. പക്ഷേ കേസിക്ക് ക്ലാരിറ്റി വരുത്താമല്ലോ. ഞാനില്ല ആ പദത്തേക്ക് എന്ന് പറയാലോ. അങ്ങനെയും പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നാണ്. അതായത് ഇപ്പോൾ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റെന്താണെന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് പ്രശ്നം? സതീശൻ മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് പ്രശ്നം? അങ്ങനെ കൂടുതൽ പേർ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ക്യാമ്പയിൻ ചെയ്യുകയും ലോബിയിങ് ചെയ്യുകയും MLA-മാരുടെ പിന്തുണ തരികയും ചെയ്യുന്നതിൽ എന്താ പ്രശ്നം? അതിനാണ് ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നത്. നമ്മളിതെന്തോ ഒരു മോശം കാര്യമാണെന്നുള്ള പെർസെപ്ഷൻ വെച്ചിട്ട് നമ്മളിതിനെ വിലയിരുത്തരുത്. ഒരു പാർട്ടിയിൽ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് ഞാൻ തീരുമാനിക്കുന്നു, എന്നിട്ട് ബാക്കി എല്ലാവരും കൈയടിച്ചോളണം എന്ന് ഇണ്ടാസ് ഇറക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി ആവുന്നതാണോ നല്ലത്? ഒരു പാർട്ടിക്കകത്ത് ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ, അതിൻ്റെ അർത്ഥം സ്ഥാനമോഹികൾ എന്നാണ്, അവരുണ്ടാവുകയും അവരുടെ നിലപാട് വെച്ച് ഞാൻ അയാൾ നല്ലതാണ്, നമ്മുടെ പാർട്ടിക്ക് മുന്നണിക്ക് നല്ലതാണെന്ന് ക്യാമ്പയിൻ ചെയ്യുകയും MLA-മാരുടെ പിന്തുണ നേടുകയും ചെയ്തിട്ട് ആ MLA-മാർ വോട്ട് ചെയ്യുന്ന ആളാണല്ലോ മുഖ്യമന്ത്രി ആവുന്നത്. MLA-മാരുടെ കൂടുതൽ പിന്തുണയുള്ള ആളാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കുക. UDF-ൽ അങ്ങനെയാണ് ഒരു UDF-ന് ലേണിച്ച് കോൺഗ്രസിൻ്റെയാണ് മുഖ്യമന്ത്രി. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ MLA-മാർ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ആൾ മുഖ്യമന്ത്രിയാവും. ഇതിനെന്താ പ്രശ്നം? അങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെയാണ് ജനാധിപത്യം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഒരാൾ സതീശൻ ഞാനാണ് ഇവിടെ പണിയെടുത്തത്, സതീശനെ ഞാൻ ചെറുതാക്കുകയല്ല പറയുന്നത്, സതീശൻ ഞാനവിടെ പണിയെടുത്തു ഞാൻ തന്നെ ആയിക്കോളാം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും കൈയിടുകയില്ല. കോൺഗ്രസിൽ അങ്ങനെയല്ല. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാം കേരളത്തിൽ? അത് വേറെ കാര്യം. അതിനെപ്പറ്റി 2 ഉപതെരഞ്ഞെടുപ്പ്, ഒന്നല്ല 2 ഉപതെരഞ്ഞെടുപ്പ്, ഒന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അതിനെപ്പറ്റി ജയിക്കാൻ വേണ്ടി അതിനെപ്പറ്റി ജിമ്മി നിഷാദ് വിശദമായി പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ തന്നെ സതീശനാണ് കൂടുതൽ മുൻഗണന. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിഷാദിലൂടെ ചൂണ്ടിക്കാട്ടി. 2021 എന്ന് പറയുന്നത് കേരളത്തിൽ UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല, വളരെ നിർണായകമായൊരു വർഷമാണ്. ഒന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവുന്നതോടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചാനൽ ചർച്ചകൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം, 2021 വരെ കോൺഗ്രസിൻ്റെ വക്താക്കളായി വരുന്ന ആളുകൾ എപ്പോഴും ഡിഫൻസ് മോഡിലായിരിക്കും. ഞങ്ങളിങ്ങനെയൊക്കെയാണ്, ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയാണ്, ഞങ്ങളെങ്ങനെ പോകും, ഒരു മാപ്പ് സാക്ഷിത്വ മനോഭാവത്തിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നിടത്ത് നിന്ന് ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് CPM-നെ അറ്റാക്ക് ചെയ്യുന്നത് 2021 ശേഷമാണ്. അത് VD സതീശൻ പ്രതിപക്ഷ നേതാവിന് ശേഷം ഉണ്ടായൊരു മാറ്റമാണത്. അങ്ങനെ പുതിയ പുതിയ മുഖങ്ങൾ ചാനൽ ചർച്ചകളിൽ വരുന്നു. അവരിൽ പലരും ജനപ്രതിനിധികളാവുന്നു, വിവാദങ്ങളിൽ പെടുന്നു. കുറേ അധികം ആളുകൾ, കുറേ അധികം പുതുമുഖങ്ങൾ വന്നിട്ട് കുറേ അധികം പേർ അവരിൽ ഈ കുറി മത്സരിക്കുന്നുമുണ്ട്. അവരെ ചിലപ്പോൾ ജയിച്ചേക്കും ചെയ്തേക്കാം. ഈ ഒരു സമീപനത്തിലെ മാറ്റം വളരെ പ്രധാനമാണ്. 1. 2, രമേശ് ചെന്നിത്തല ഒരു മോശം പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം ആ സർക്കാരിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അത് ഫലപ്രദമായി ഹിറ്റ് ചെയ്യിക്കാൻ, ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല. ഇതിന് പിന്തുണ കിട്ടിയില്ല എന്ന് മാത്രമല്ല, മറ്റൊന്ന്, ഒരുപാട് ക്രൈസിസുകൾ നേരിടുന്ന, സംസ്ഥാനം ഒരുപാട് ക്രൈസിസുകൾ നേരിടുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. പലപ്പോഴും അദ്ദേഹത്തിന് സർക്കാരിന് പിന്തുണ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രളയത്തിൻ്റെ സമയത്തായാലും, നിപ്പയുടെ സമയത്തായാലും, കോവിഡ് സമയത്തായാലും ഞങ്ങൾ സർക്കാരിന് കൂടെ, അങ്ങനെ ഞങ്ങൾ സർക്കാരിന് കൂടെ എന്നൊരു പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന രാഷ്ട്രീയതരമായൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. ഇതൊരു പ്രശ്നം. അതുകൊണ്ട് അദ്ദേഹം ഒരു പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ സതീശൻ്റെ ഒരു മാറ്റം, UDF-ൽ കൊണ്ടുവന്നൊരു മാറ്റം 2021 ശേഷം ഒരുതരം പൊളിറ്റിക്കൽ മനുവറിങ് നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. LDF സർക്കാരിന്, പിണറായി വിജയന്, CPM-ന് മറുപടി പറയാൻ കഴിയാതെ പോയ, ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ പോയ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആരോപണമാണ് CPM-RSS ബന്ധം, പോലീസിലെ RSS വൽക്കരണം. അതിലേറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തുന്നത് PV അൻവറാണ്. അതിനുശേഷം ആ PV അൻവർ കൊണ്ടുവന്ന ആ ഒരു ഇഷ്യൂവിനെ എങ്ങനെയാണ് ഒരു മനുവറിങ്ങിലൂടെ സതീശൻ സർക്കാരിനെതിരെ തിരിച്ചിടുന്ന നോക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP ഔദ്യോഗിക വാഹനത്തിൽ തൃശ്ശൂരിൽ പോയി RSS-ൻ്റെ നേതാവിനെ കണ്ടു എന്ന വെളിപ്പെടുത്തൽ നടന്നത് സതീശനാണ്. അതിന് ആ ആരോപണത്തെ തുടർന്ന് സർക്കാർ 3 തല അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 വർഷം അധികാരത്തിൽ നിന്നിട്ട് ഏതെങ്കിലും പ്രതിപക്ഷ ആരോപണത്തിന് മേൽ സ്വന്തം സർക്കാരിന് കീഴിലെ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് ചോദിച്ചായിട്ട് നിങ്ങൾക്ക് അറിയാം? ഒരു ഉദാഹരണം പറയാം. ഒരു കേസ് അന്വേഷിച്ചതായിട്ട് ചെന്നിത്തലയുടെ കാലത്തും സതീശൻ്റെ കാലത്തും, ഇതല്ലാതെ വേറെ ഏതെങ്കിലും വിഷയത്തിൽ പിണറായി വിജയൻ സ്വന്തം പോലീസിനെ കൊണ്ട് അന്ന് അന്വേഷിച്ചളയാം, ഈ ആരോപണം കൊള്ളാം, ഇതൊന്ന് അന്വേഷിച്ചളയാം, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പിണറായി വിജയൻ അന്വേഷിക്കേണ്ടി വന്ന, സർക്കാർ ഡിഫൻസിലായി പോയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് RSS ADGP കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച ഉന്നയിക്കുകയും അതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റാക്കി മാറ്റുകയും അതിനെ ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി കൊണ്ടുവരികയും അത് UDF-ൻ്റെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്ത വളരെ സമർത്ഥനായ ഒരു രാഷ്ട്രീയക്കാരനാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഫാൻ ഫൈറ്റാണ് സോഷ്യൽ മീഡിയ. ഒരു ഫാൻ ഫൈറ്റും ഇല്ല. നിങ്ങൾ ഇത്തരം വാർത്തകളുടെ അടിയിൽ പോയി നോക്കുക, എല്ലാവരും പറയും സതീശൻ തന്നെ ആയാൽ മതി എന്ന് തന്നെയാണ് എല്ലാ കോൺഗ്രസ് അണികളും പറയുന്നത്. അല്ലാതെ മാത്രമല്ല, നോക്കിയോ, ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ മിനിറ്റുകൾക്കകം ഈ സാധനം ഇപ്പോൾ ഫേസ്ബുക്കിന് താഴെ വരുന്ന ആളുകളുടെ അഭിപ്രായം ഉണ്ടല്ലോ, അത് കേരളത്തിൻ്റെ അഭിപ്രായമായി മാറും. UDF ജയിക്കുകയാണെങ്കിൽ അത് വളരെ ഒബ്വിയസ് ആയിരിക്കും.